കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ BMSന്റെ നേതൃത്വത്തിൽ ദേശീയ പ്രക്ഷോഭം നടത്തുന്നതിന്റെ ഭാഗമായി BMS ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി കവല ഹെഡ് പോസ്റ്റ് ഓഫീസ് പഠിക്കുന്നതും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി മിനി സ്റ്റേഡിയത്തിൽ സമാപിച്ചു. സജീവ സാന്നിധ്യം സാധനം ക്ഷണിക്കും. ജില്ലാ ഭാരവാഹികളായ നേതാക്കൾ സംസാരിക്കും. ലേബർ കോഡുകളിലെ തൊഴിലാളി ദ്രോഹ വ്യവസ്ഥകൾ നീക്കം ചെയ്യുക, EPF കുറഞ്ഞ പെൻഷൻ 7500 രൂപയാക്കുക, ആയുഷ്മാൻ ഭാരത് ചികിത്സാ ആനുകൂല്യങ്ങൾ നൽകുക, ESI ബാധകമാകുന്ന ശമ്പള പരിധി വർദ്ധിപ്പിക്കുക, ബോണസ് പരിധിയും കുറഞ്ഞ ബോണസ് തുകയും വർദ്ധിപ്പിക്കുക, അംഗൻവാടി ആശാ വർക്കർമാർ NHM വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, ഇവരെ സ്ഥിരപ്പെടുത്തുക, കരാർ തൊഴിലാളികൾക്ക് തുല്യവേതനം നൽകുക, കരാർ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കുക, ബാങ്കുകളിൽ 5 ദിവസം പ്രവൃത്തി സംവിധാനമാക്കുക, മിനിമം വേതനം 30,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കട്ടപ്പന നടന്ന സമരം BMS സംസ്ഥാന സമിതി അംഗം MP ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. കൗതുകത്തോടു കൂടി ചോദിച്ചു, BJP രാജ്യം ഭരിക്കുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി BMS ഒരു സമരം നടത്തേണ്ടതായിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ILC എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ILC. BMS ജില്ലാ പ്രസിഡന്റ് MP രജികുമാർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ NB ശശിധരൻ, VN രവീന്ദ്രൻ, KN ജയൻ, B വിജയൻ, KC സിനീഷ് കുമാർ, സതീഷ് വേണുഗോപൻ, P ഭുവനചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.